നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ആദ്യത്തെ പരാതി നോക്കാം. ഈ കത്തയച്ചിട്ടുള്ളത് പുത്തൻവേലിക്കര പഞ്ചായത്തിൽ നിന്ന് ഷൺമുഖനാണ്. പുത്തൻവേലിക്കര പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നം സംബന്ധിച്ചാണ് എനിക്ക് പരാതിയുള്ളത്. എല്ലാ വർഷവും നവംബർ മാസത്തിൽ ഉപ്പുവെള്ളം കയറാതെ സ്ഥാപിച്ചിട്ടുള്ള ഷട്ടർ ഒഴുകിപ്പോകും. തുടർന്ന് ഞങ്ങൾക്ക് ഉപ്പുവെള്ളമാണ് കുടിക്കുവാൻ കിട്ടുന്നത്. ഈ പാലത്തിന്റെ ഷട്ടർ പഴകി ദ്രവിച്ചിരിക്കുന്നതിനാൽ നല്ല ഒഴുക്ക് വരുമ്പോൾ ഒഴുകിപ്പോകാറാണ് പതിവ്. ആയതിനാൽ ഉപ്പുവെള്ളം ലഭിക്കാതെ എന്നും ഞങ്ങൾക്ക് ശുദ്ധമായ ജലം ലഭിക്കുന്നതിന് വേണ്ടി ശാശ്വതമായ പരിഹാരം ലഭിക്കുന്നതിന് എവിടെയാണ് ഞങ്ങൾ പരാതി കൊടുക്കേണ്ടത്? പുത്തൻവേലിക്കര പഞ്ചായത്തിലെ ഉപ്പുരസം കലർന്ന കുടിവെള്ളം കുടിക്കേണ്ടി വരുന്ന പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കിട്ടാൻ എന്ത് ചെയ്യണം എന്നാണ് ഈ കത്തിൽ ചോദിച്ചിരിക്കുന്നത്. ഈ കാര്യത്തെക്കുറിച്ച് നിയമവേദി പുത്തൻവേലിക്കര പഞ്ചായത്ത് സെക്രട്ടറിയുടെ ചാർജ് വഹിക്കുന്ന അസിസ്റ്റന്റ് സെക്രട്ടറി മൈക്കൽ കെ.എസുമായി സംസാരിച്ചു. അദ്ദേഹം ഇക്കാര്യത്തിന് നൽകിയ മറുപടി ഇപ്പോൾ കേൾക്കാം. പുത്തൻവേലിക്കര പഞ്ചായത്തിലെ കുടിവെള്ള വിതരണം നടത്തുന്നത് ചാലക്കുടി പുഴയിൽ നിന്നാണ്. അതായത് പുത്തൻവേലിക്കര പഞ്ചായത്തിന്റെ പരിധിയിലുള്ള ചാലക്കുടി പുഴയുടെ ഭാഗത്തു നിന്നാണ് KW പമ്പിങ് നടത്തുന്നത്, കുടിവെള്ളം പമ്പ് ചെയ്യുന്നത്. അപ്പോ പെരിയാറിൽ നിന്നുള്ള ഉപ്പുവെള്ളം ചാലക്കുടി പുഴയിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി കണക്കങ്കടവ് എന്ന സ്ഥലത്ത് റെഗുലേറ്റർ കം ബ്രിഡ്ജ് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഷട്ടറുകൾ തകരാറിലാണ്. അപ്പോൾ ഈ വേനൽക്കാലത്ത് ഈ ഷട്ടറുകൾ തകരാറിലായതുകൊണ്ട് പെരിയാറിൽ നിന്നുള്ള വെള്ളം ചാലക്കുടി പുഴയിലേക്ക് കടന്നിട്ട് ഈ പമ്പിങ് പ്രദേശത്ത് വെള്ളം മലിനമാകുന്നതുകൊണ്ട് കുടിവെള്ളം വിതരണം തടസ്സപ്പെടാറുണ്ട്. ഇത് ഒഴിവാക്കുന്നതിനായിട്ട് ഇറിഗേഷൻ വകുപ്പ് താൽക്കാലിക മണൽ ബണ്ട് കെട്ടാറുണ്ട്. അപ്പൊ ഈ വർഷത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഷട്ടർ തള്ളിപ്പോയി, ഒഴുക്കിലൂടെ വന്നപ്പോൾ തള്ളിപ്പോയി. അപ്പോൾ ഈ പമ്പിങ് പ്രദേശത്തേക്ക് ഉപ്പുവെള്ളം കയറി. അപ്പോൾ മണൽ ബണ്ട് കെട്ടാനുള്ള താമസവും ഉണ്ടായതുകൊണ്ടും പലവിധ കാരണങ്ങൾ കൊണ്ടും മണൽ ബണ്ട് കെട്ടാൻ താമസം ഉണ്ടായിരുന്നു. അതേപോലെ ഈ ഷട്ടർ തകർന്ന മൂലം ഒരു 1.5 മാസത്തോളം പുത്തൻവേലിക്കര പഞ്ചായത്തിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു. രൂക്ഷമായ കുടിവെള്ള ക്ഷാമം ഉണ്ടായി. ഇത് പരിഹരിക്കാനായിട്ട് പഞ്ചായത്ത് നവംബർ 12 മുതൽ 27/12/2025 വരെ ടാങ്കർ ലോറിയിൽ ജില്ലാ കളക്ടറുടെ അനുമതിയോടുകൂടി കുടിവെള്ളം വിതരണം നടത്തിയിട്ടുണ്ട്. പിന്നെ ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ പ്രശ്നം പരിഹരിക്കുന്നതിനായിട്ട് ഒരു പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്നതിനായിട്ട് ഒരു പദ്ധതിയുണ്ട്. ഈ ഇറിഗേഷൻ വകുപ്പാണ് ഇപ്പം പ്രവർത്തി നടത്തേണ്ടത്. ഷട്ടർ സ്ഥാപിക്കുന്ന പ്രവർത്തി നടത്തേണ്ട അവരാണ്. അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് ഒരു 17 കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിന്റെ അനുവദിച്ചിട്ടുണ്ട്. തുടർന്ന് ഇക്കാര്യം നിയമവേദി എറണാകുളം ഇറിഗേഷൻ ഡിവിഷനിലും അന്വേഷിച്ചു. ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാജു വർഗീസ് ഈ കാര്യത്തിൽ നൽകിയ മറുപടിയും ഇപ്പോൾ കേൾക്കാം. ഇത് കണക്കങ്കടവ് റെഗുലേറ്റർ കുറെ വർഷം പഴക്കമുള്ള റെഗുലേറ്റർ. അപ്പോൾ അതിന്റെ ഷട്ടേഴ്സ് എല്ലാം ദ്രവിച്ച് കിടക്കുക. അതെല്ലാം റിപ്പയർ കണ്ടീഷനില്ല. അത് ലീക്കേജും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ലീക്കേജ് എല്ലാ വർഷവും ഉപ്പുവെള്ളം കയറുന്നതുകൊണ്ട് എല്ലാ വർഷവും നമ്മൾ മണൽ ബണ്ട് നമ്മൾ കൃത്യമായിട്ട് എല്ലാ നവംബർ മാസത്തിൽ ചെയ്യാറുണ്ട്. മെക്കാനിക്കൽ വിങ് ഇതിന്റെ ചെയ്യുന്നത് ഡ്രില്ലിംഗ് ഡിവിഷൻ അവരത് ഉപ്പുവെള്ളം തടയാൻ വേണ്ടിയുള്ള മണൽ ബണ്ട് ചെയ്യുന്നത്. ഈ വർഷം മണലിന്റെ ലഭ്യത കുറവായതുകൊണ്ട് കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ഡിലേ ആയതുകൊണ്ട് ഉപ്പുവെള്ളം കയറിയത്. അതിന്റെ ഇടയ്ക്ക് നമുക്ക് കണക്കങ്കടവിലെ ഷട്ടേഴ്സും നമുക്ക് ഒരു കേടുപാട് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അത് താഴേക്ക് വീണു. അങ്ങനെ ഒരു ഷട്ടർ പോയി കിടക്കുക. അതെല്ലാം റിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു ശാശ്വത പരിഹാരമായിട്ട് ബഡ്ജറ്റിൽ തന്നെ ഒരു 18 കോടിന്റെ പ്രപ്പോസൽ ഇപ്പോൾ ഓൾറെഡി അപ്രൂവൽ സ്റ്റേജിലാണ്. അത് ഫൈനൽ AS കിട്ടാനുണ്ട്. അത് അപ്രൂവൽ സ്റ്റേജ് എസ്റ്റിമേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ മെക്കാനിക്കലിന്റെ വർക്കുകളുടെ എസ്റ്റിമേറ്റും ഷട്ടർ റിപ്പയർ ചെയ്യാനുള്ള എസ്റ്റിമേറ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതും എത്രയും പെട്ടെന്ന് ഈ വർഷം തന്നെ അപ്രൂവൽ ആവും. അങ്ങനെ ആവുമ്പോൾ എല്ലാ വർഷം ബണ്ട് ചെയ്യാതെ നമുക്ക് ഈ റെഗുലേറ്റർ ശരിക്കും റിപ്പയർ ചെയ്തിട്ട് ഉപ്പുവെള്ളം കയറാനുള്ള അതിനുള്ള ശാശ്വത പരിഹാരം ആക്കാം. അധികം താമസിയാതെ ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ലഭിക്കുമെന്ന് നിയമവേദി കരുതുന്നു. നിയമവേദിയിലെ രണ്ടാമത്തെ പരാതി ഇനി നോക്കാം. ഈ പരാതി അയച്ചിട്ടുള്ളത് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. ആലപ്പുഴ ജില്ലയിലെ ഒരു ക്ഷേത്രത്തിൽ ഉത്സവം നടത്തുന്നത് സംബന്ധിച്ചാണ് ഈ പരാതി അയച്ചിട്ടുള്ളത്. ഉത്സവം നടത്തുന്നത് 2 ഭാഗങ്ങളാണ്. അതിന് തെക്കു ഭാഗം വടക്കു ഭാഗം എന്നാണ് പറയുന്നത്. ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നത് ബാലറ്റിലൂടെയല്ല, പാർട്ടിയുടെ നോമിനികളാണ് പൊതുയോഗത്തിലൂടെ തെരഞ്ഞെടുക്കുന്നത്. തെക്ക് വടക്ക് ഭാഗത്തുള്ള ഭാരവാഹികളെ അതത് പ്രദേശങ്ങളിൽ നിന്നുമാണ് തെരഞ്ഞെടുക്കുന്നത്. 2-3 വർഷങ്ങളായി തെക്കുഭാഗത്തിന്റെ വാർഷിക കണക്കിൽ പിരിവ് കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ പിരിവ് കൊടുക്കാത്തവരുടെ പേരും കൂടി അച്ചടിച്ചു വരുന്നു. എന്നാൽ വടക്കുഭാഗത്തുകാർ ഇങ്ങനെ ചെയ്യുന്നില്ല. പിരിവ് നൽകാത്തവരുടെ പേരുകൾ ഇങ്ങനെ അച്ചടിച്ച് പരസ്യപ്പെടുത്തുന്നത് ഒരു പൗരന്റെ മൗലിക അവകാശത്തിന്റെ ലംഘനമല്ലേ? ഇതിനെതിരെ എവിടെയെങ്കിലും പരാതി കൊടുക്കും
കൊടുക്കുവാൻ സാധിക്കുമോ? കൊടുക്കാമെങ്കിൽ ആർക്കാണ് പരാതി നൽകേണ്ടത്? ഈ പരാതിയിൽ ചോദിച്ചിരിക്കുന്ന കാര്യത്തിന് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ അനിൽ ജോർജ്. ഒരു ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് പിരിവ് നൽകാത്ത ആളുകളുടെ പേരുകൾ പൊതുവേദികളിൽ, പ്രത്യേകിച്ച് വാർഷിക കണക്കുകളിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്നത് ഗൗരവമുള്ള ഒരു നിയമപ്രശ്നങ്ങൾ ഉയർത്തുന്ന ഒന്നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പ്രകാരം ഓരോ പൗരനും അവരുടെ അന്തസ്സും സ്വകാര്യതയും സംരക്ഷിക്കപ്പെടാനുള്ള അവകാശമുണ്ട്. ഒരാൾ പിരിവ് നൽകാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പേര് പരസ്യമായി പ്രസിദ്ധീകരിക്കുന്നത് അപമാനത്തിന് കാരണമാകാം. അങ്ങനെ സംഭവിച്ചാൽ അത് മൗലിക അവകാശ ലംഘനമായി കണക്കാക്കാവുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ക്ഷേത്രം ഏതെങ്കിലും ഔദ്യോഗിക സംഘടനയുടെ കീഴിലുള്ളതല്ല. പിരിവ് നൽകുന്നത് സ്വമേധയാ ചെയ്യുന്ന ഒരു കാര്യം ആണ്. ക്ഷേത്രത്തിൽ നിന്ന് പൊതുജനങ്ങൾക്ക് നിയമപരമായ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്നാണ് ഈ പരാതിയിൽ നിന്നും മനസ്സിലാവുന്നത്. ഈ സാഹചര്യത്തിൽ പിരിവ് നൽകാത്തവരുടെ പേരുകൾ പ്രത്യേകം തിരിച്ച് പ്രസിദ്ധീകരിക്കുന്നത് വ്യക്തിപരമായ സ്വകാര്യതയുടെ ലംഘനവും മാനനഷ്ടത്തിനുള്ള കാരണവുമാകാം. ഇതിനെതിരെ സ്വീകരിക്കാവുന്ന നടപടികൾ, ആദ്യം തന്നെ ഈ ക്ഷേത്ര ഭാരവാഹികൾക്ക് ഒരു പരാതി നൽകി വിശദീകരണവും മാപ്പും ആവശ്യപ്പെടാം. മാനനഷ്ടത്തിന് സിവിൽ കോടതിയിൽ ഒരു കേസ് കൊടുക്കുന്നതിനും സാധ്യതയുണ്ട്. ഇനി ക്ഷേത്ര ഭാരവാഹികൾക്ക് നൽകിയ പരാതി പരിഗണിക്കപ്പെടുന്നില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലും ഒരു പരാതി നൽകാം. പ്രത്യേകിച്ച് അപമാനം, ഭീഷണി, സാമൂഹികമായ ഒറ്റപ്പെടുത്തൽ തുടങ്ങിയ ഘടകങ്ങളുണ്ടെങ്കിൽ. അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷനിലേക്കും പരാതി നൽകാം. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യം, നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഒരു അഭിഭാഷകൻ മുഖേന ഒരു നോട്ടീസ് ഈ ക്ഷേത്ര ഭാരവാഹികൾക്ക് അയക്കുകയാണ്. മേനിൽ ഇത് ആവർത്തിക്കരുത് എന്ന് ഈ നോട്ടീസ് മുഖേന അറിയിക്കാവുന്നതാണ്. ഇത് വളരെ ഫലപ്രദമായ ഒരു മാർഗമാണ്. സാമൂഹ്യ പ്രവർത്തനങ്ങൾ സന്നദ്ധതയിലും പരസ്പര ബഹുമാനത്തിലും ആധാരമാക്കി ആയിരിക്കണം. ആരെയും പൊതുവേദിയിൽ അപമാനിക്കുന്ന രീതിയിലുള്ള നടപടികൾ നിയമപരമായി ന്യായീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ പരാതി വായിക്കാം. ഈ പരാതി അയച്ചിട്ടുള്ളത് കൊടുങ്ങല്ലൂർ അഴീക്കോട്ട് നിന്ന് മുരളീധരൻ KR ആണ്. പരാതി നോക്കാം. ഞാൻ 2008 നവംബർ മാസം മുതൽ തൃശൂർ KSRTC ഡിപ്പോയിൽ എംപാനൽ കണ്ടക്ടറായി നിയമിതനാകുകയും താൽക്കാലികമായി പിരിച്ചുവിട്ട ശേഷം 2012 ഫെബ്രുവരി മുതൽ 5000 രൂപ അടച്ച് തുടർ നിയമിതനാകുകയും ചെയ്തു. KSRTC പറവൂർ യൂണിറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ എന്റേതല്ലാത്ത ഒരു കാരണത്താൽ ജോലിയിൽ നിന്നും മാറ്റി നിർത്തുകയാണ് ഉണ്ടായത്. തുടർന്ന് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ഒരു കാരണം കാണിക്കൽ നോട്ടീസ് പറവൂർ ഡിപ്പോയിലും തിരുവനന്തപുരം KSRTC ഭവനിലേക്കും ഞാൻ അയച്ചിരുന്നു. 2016 അപ്പീൽ അധികാരിയുടെ ഓഫീസിൽ നേരിട്ടുള്ള വിസ്താരത്തിന് ഹാജരാകാൻ പറഞ്ഞിരുന്നു. അല്ലാത്ത പക്ഷം ഒരാളെ വിസ്താരത്തിന് നിയമിക്കാൻ അറിയിക്കുകയും ചെയ്തു. ഇതിന് ഹാജരാവാൻ എനിക്ക് കഴിഞ്ഞില്ല. അതിനുശേഷം ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റിനു വേണ്ടി പറവൂർ ഡിപ്പോയിൽ അപേക്ഷ സമർപ്പിച്ചു. എങ്കിലും അവിടെ നിന്നും ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് അൺഓതറൈസ്ഡ് എന്ന് എഴുതിയാണ് എനിക്ക് നൽകിയത്. അതിനാൽ തന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പുതുക്കുവാൻ കഴിഞ്ഞില്ല. തുടർന്ന് വീണ്ടും ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റിന് പറവൂർ ഡിപ്പോയിൽ അപേക്ഷ നൽകുകയും ചെയ്തു. എന്നാൽ അവർ നൽകിയ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റിൽ കൃത്യമായ കാരണം കാണിച്ചിരുന്നില്ല. തുടർന്ന് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ പരാതി നൽകുകയും ഗതാഗത മന്ത്രിക്ക് പരാതി നൽകുകയും ചെയ്തു. എല്ലാ രേഖകളും സഹിതമാണ് ഞാൻ ഇതിനെല്ലാം അപേക്ഷ നൽകിയത്. തുടർന്ന് മാസങ്ങൾക്ക് ശേഷം എനിക്ക് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയില്ല എന്ന് കാണിച്ചുകൊണ്ട് ഒരു അറിയിപ്പാണ് ലഭിച്ചത്. ആയതിനാൽ തുടർ നടപടിയുമായി പോകുവാൻ എനിക്ക് സാധിക്കുമോ? അതിനുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ് ഞാൻ ചെയ്യേണ്ടത്? ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന പരാതിക്ക് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷക രേഖ വാസുദേവൻ. ഇന്നത്തെ വിഷയത്തില് എംപാനൽഡ് കണ്ടക്ടർ 2008 മുതൽ 2012 കാലഘട്ടം വരെ എംപാനൽഡ് കണ്ടക്ടർ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ അൺഓത്തറൈസ്ഡ് ആബ്സൻസ് ആയി എന്നും പറഞ്ഞുകൊണ്ട് ഡിസ്ചാർജ് ചെയ്യപ്പെട്ടു. പക്ഷേ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റിൽ അൺഓത്തറൈസ്ഡ് ആബ്സൻസ് എന്നുള്ള റിമാർക്ക് ഉള്ളത് കൊണ്ട് തന്നെ അതൊരു ബാഡ് റിമാർക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നും സ്വാഭാവികമായിട്ടും വീണ്ടും ഒരു അലോട്ട്മെന്റ് ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഒരു ബാഡ് റിമാർക്ക് എംപ്ലോയറിൽ നിന്നും വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നീട് ഒരു സ്പോൺസർഷിപ്പ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ഭാഗത്തിൽ നിന്നും ഉണ്ടാവില്ല. ഈ കേസിൽ അദ്ദേഹം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തു എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ KSRTC ഡിസ്ചാർജ് ഫോർ അൺഓത്തറൈസ്ഡ് ആബ്സൻസ് എന്നുള്ളത് ഇതുവരെ മാറ്റിയിട്ടുമില്ല.
ആ സാഹചര്യത്തിൽ KSRTCയിലേക്ക് കൊടുത്തിരിക്കുന്ന അപേക്ഷകളൊക്കെ വെച്ച് നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്ത് നോക്കാവുന്ന കാര്യമാണ്. ലീഗലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതേ ഉള്ളൂ. അൺഓത്തറൈസ്ഡ് ആബ്സൻസ് അല്ലായിരുന്നു, മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ആബ്സൻസ് ഉണ്ടായിരുന്നു, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെങ്കിലും KSRTC അത് അംഗീകരിച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ക്രിമിനൽ നടപടിക്രമ നിയമങ്ങളെ യോജിപ്പിച്ച് ഭേദഗതി വരുത്തി കാലാനുസൃതമായി പരിഷ്കരിച്ച് തയ്യാറാക്കിയിട്ടുള്ള ഭാരതീയ സാക്ഷ്യ അധിനിയമം 2023 എന്ന നിയമത്തെക്കുറിച്ച് കൂടുതൽ അറിയാം. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു അഡ്വക്കേറ്റ് ബിജോയ് കെ എലിയാസ്. ഭാരതീയ സാക്ഷ്യ അധിനിയമം 2023 2024 ജൂലൈ മാസം 1 മുതലാണ് ഈ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. 1872 ഇന്ത്യൻ തെളിവ് നിയമം മാറ്റിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഭാരതീയ സാക്ഷ്യ അധിനിയമം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. ഇന്ത്യയിലെ കോടതികളിലെ സിവിൽ ക്രിമിനൽ വ്യവഹാരങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായും കോടതികൾ ആശ്രയിക്കുന്നത് തെളിവ് നിയമ സംഹിതയാണ്. വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികൾ തമ്മിലുള്ള തർക്കങ്ങളിൽ ആരുടെ ഭാഗത്താണ് തെളിവ്, ഏത് സംഗതിക്കാണ് തെളിവ് കൂടുതലുള്ളത് എന്ന് പരിശോധിക്കുന്നതിന് അടിസ്ഥാനപരമായി ഉപയോഗിക്കുന്ന നിയമസംഹിതയാണ് ഈ സാക്ഷ്യ അധിനിയമം അല്ലെങ്കിൽ തെളിവ് നിയമം എന്ന് പറയുന്നത്. ഏതാണ്ട് 152 വർഷങ്ങൾ 1872 മുതൽ 2023 വരെ ഇന്ത്യയിൽ നിലനിന്നിരുന്നത് ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിന് മുൻപായിട്ട് ഇന്ത്യൻ എവിഡൻസ് ആക്ടാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് കൊണ്ടുവന്ന ഈ തെളിവ് നിയമം യഥാർത്ഥത്തിൽ നമ്മുടെ നീതി സംവിധാനത്തിന്റെ അവിഭാജ്യ ഘടകമായിരുന്നു. എന്നാൽ ഡിജിറ്റലൈസേഷൻ, സൈബർ കുറ്റകൃത്യങ്ങൾ, സാങ്കേതിക മുന്നേറ്റങ്ങൾ എന്നിവ കണക്കിലെടുത്ത് ആ നിയമം പരിഷ്കരിക്കേണ്ടത് അനിവാര്യമായി. ആ ആവശ്യത്തിന്റെ ഫലമായാണ് ഭാരതീയ സാക്ഷ്യ അധിനിയമം 2023 നിലവിൽ വന്നത്. ഈ നിയമം പഴയ തെളിവ് നിയമത്തിന്റെ ആ ആത്മാവിനെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ആധുനിക സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അനുയോജ്യമായ നിരവധി സുപ്രധാന മാറ്റങ്ങളുമായി ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത്. നിയമത്തിന്റെ ഘടനാപരമായ മാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യൻ തെളിവ് നിയമം എന്ന കൊളോണിയൽ പേര് മാറ്റി ഭാരതീയ സാക്ഷി അധിനിയമം എന്ന ഭാരതീയ ഭാഷയിലുള്ള ഒരു പേര് സ്വീകരിച്ചു എന്നതാണ്. ഇത് വെറും ഒരു പേരുമാറ്റം മാത്രമല്ല, നിയമത്തിന്റെ സമീപനം തന്നെ എവിഡൻസ് ഇൻ കോർട്ട് എന്നതിൽ നിന്ന് റിലയബിലിറ്റി ഓഫ് പ്രൂഫ് എന്ന ആശയത്തിലേക്ക് മാറുകയാണ് ചെയ്തത്. ഇലക്ട്രോണിക് ഡിജിറ്റൽ തെളിവുകൾക്ക് കൂടുതൽ പ്രാമുഖ്യം വന്നു. പഴയ നിയമത്തിൽ ഇലക്ട്രോണിക് തെളിവുകൾ സെക്ഷൻ 65A 65B പ്രകാരം പരിമിതമായ രീതിയിലാണ് കൈകാര്യം ചെയ്തിരുന്നത്. പുതിയ ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിൽ ഇലക്ട്രോണിക് റെക്കോർഡുകളെ സ്വതന്ത്രമായ ഒരു തെളിവ് വിഭാഗമായി വ്യക്തമായിട്ട് അംഗീകരിക്കുകയാണ്. മൊബൈൽ ഫോൺ ഡാറ്റ, വാട്സപ്പ് ചാറ്റുകൾ, ഇമെയിൽ, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ, GPS ലൊക്കേഷൻ, CCTV ദൃശ്യങ്ങൾ എന്നിവയെല്ലാം തെളിവായിട്ട് സ്വീകരിക്കാം. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഒരു കൊലക്കേസിൽ പ്രതിയുടെ മൊബൈൽ ലൊക്കേഷൻ ഡാറ്റയും CCTV ദൃശ്യങ്ങളും ഒരേ സമയം തെളിയിക്കുന്നുവെങ്കിൽ അത് ശക്തമായൊരു സാഹചര്യ തെളിവായിട്ട് കോടതിക്ക് പരിഗണിക്കാം. വീഡിയോ കോൺഫറൻസിംഗ് വഴി സാക്ഷി വിസ്താരം നടത്താമെന്നുള്ളതാണ് പുതിയ സാക്ഷി അധിനിയമത്തിൽ കൊണ്ടുവന്നിട്ടുള്ള മറ്റൊരു മാറ്റം. ആദ്യമൊക്കെ ആൾ നേരിട്ട് വന്നിട്ട് മൊഴി പറയണമെന്നുള്ളതായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. വീഡിയോ കോൺഫറൻസിംഗ് വഴി വിദേശത്തുള്ള ആളുകളെ പോലും സാക്ഷികളായിട്ട് വിസ്തരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ നിയമം ഇവിടെ കൊണ്ടുവന്നതിൽ കൂടി ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ വിദേശത്തുള്ള ഒരു ബാങ്ക് ഉദ്യോഗസ്ഥന്റെ മൊഴി അയാളുടെ യാത്രാ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കി വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ രേഖപ്പെടുത്താം. വിവാഹമോചന കേസുകളിലും വിദേശത്തൊക്കെ സെറ്റിലായിട്ടുള്ള ആളുകൾക്ക് കേസുകൂടെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കേസിന് വേണ്ടിയിട്ട് ഒരു യാത്ര ചെയ്യേണ്ട കാര്യമില്ല. വീഡിയോ കോൺഫറൻസിങ്ങിൽ കൂടി കോടതിയിൽ ഹാജരായി അവരുടെ മൊഴി നൽകി കേസുകൾ മുൻപോട്ട് നടത്താവുന്നതാണ്. സാക്ഷികളുടെ വിശ്വാസ്യതയെ സംബന്ധിച്ചിടത്തോളം സാക്ഷി അധിനിയമത്തിൽ വിറ്റ്നസ് ക്രെഡിബിലിറ്റി എന്ന ആശയത്തിന് കൂടുതൽ ഊന്നൽ നൽകുകയാണ്. സാക്ഷിയുടെ പെരുമാറ്റം, ഡിജിറ്റൽ ട്രയൽ, മുൻകാല പ്രവൃത്തികൾ എന്നിവയെ കോടതി കൂടുതൽ വിശകലനം ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ്. ഉദാഹരണമായി പറഞ്ഞാൽ ഒരു സാക്ഷി ഒരു കുറ്റകൃത്യ സ്ഥലത്ത് ഉണ്ടെന്ന് പറയുമ്പോൾ അവന് മൊബൈൽ ടവർ ലൊക്കേഷൻ അതിന് വിരുദ്ധമാണെങ്കിൽ ആ സാക്ഷിയുടെ മൊഴി സംശയത്തോടെ വേണമെങ്കിൽ കാണാം. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും അനുകൂലമായ ഒരുപാട് വ്യവസ്ഥകൾ ഈ നിയമത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ലൈംഗിക കുറ്റകൃത്യങ്ങളിലെ ഇരകളുടെ മൊഴിയെടുക്കൽ കൂടുതൽ മാനുഷികവും സുരക്ഷിതവുമായ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുട്ടികളുടെ മൊഴി ഒരു സൗഹൃദ അന്തരീക്ഷത്തിൽ വീഡിയോ റെക്കോർഡിങ്ങിൽ കൂടെ വേണമെങ്കിലും എടുക്കാം. ഉദാഹരണമായി പോക്സോ കേസുകളിൽ കുട്ടിയെ പ്രതിയുടെ നേരിട്ടുള്ള സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യാതെ വീഡിയോ സംവിധാനത്തിലൂടെ മൊഴി രേഖപ്പെടുത്താം. ഈ കൺഫെഷൻ എന്ന് പറയുന്ന, അതായത് കൂടുതലായിട്ട് കാര്യങ്ങൾ സമ്മതിച്ചുകൊണ്ട് ചിലർ നൽകുന്ന മൊഴികൾ, അതിൻ്റെ ഒരു സൂക്ഷ്മ സമീപനമാണ് ഈ നിയമത്തിൽ നൽകിയിട്ടുള്ളത്. ബലപ്രയോഗത്തിലൂടെ ലഭിച്ച സമ്മത മൊഴികൾ അല്ലെങ്കിൽ കൺഫെഷനുകൾ അസാധുവാണ്. എന്നാൽ ഡിജിറ്റൽ സാഹചര്യ തെളിവുകൾ കൺഫെഷനെ കൊറോബറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാമെന്നും ഈ നിയമം പറയുന്നുണ്ട്. ഉദാഹരണം,
ഒരു പ്രതി മൊഴി പിൻവലിച്ചാലും അവന്റെ ഫോൺ റെക്കോർഡുകളും സന്ദേശങ്ങളും കുറ്റകൃത്യം തെളിയിക്കുന്നുവെങ്കിൽ അത് കോടതി പരിഗണിക്കും. ഭാരതീയ സാക്ഷി അധിനിയമം കൊണ്ടുവന്നതിൽ കൂടെ പരമാവധി ഡിലേ, കാലതാമസം കുറയ്ക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് കോടതികൾക്ക് സാധിക്കും. ടെക്നോളജി ഫ്രണ്ട്ലി ആണ് ഈ നിയമം. മാത്രവുമല്ല, ഒരു വിക്ടിം സെൻട്രിക് ആയിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നത് ഈ നിയമത്തിന്റെ വലിയൊരു പ്രത്യേകതയാണ്. ഭാരതീയ സാക്ഷി അധിനിയമം ഒരു നിയമപരിഷ്കരണത്തിലേറെ ഇന്ത്യൻ നീതി സംവിധാനത്തിന്റെ ഭാവി ദിശയെ നിർണ്ണയിക്കുന്ന ഒരു നിയമമാണ്. നിയമം മാറിയിരിക്കുകയാണ്. അതിനനുസരിച്ച് നിയമവൃത്തികളും കോടതികളും ചിന്താഗതിയും പ്രവർത്തന രീതിയും മാറേണ്ട സമയം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, കോടതികളൊക്കെ ഇപ്പോൾ ഫയലിംഗ് തുടങ്ങിയ കാര്യങ്ങൾ പേപ്പർലെസ്സായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. പേപ്പറുകൾ ഇനി കൂടുതൽ കാലം കോടതികൾ ഉണ്ടാവില്ല. കേസ് ബണ്ടിലുകളെല്ലാം മാറുകയാണ്. എല്ലാം ഈ ഫയലുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ഒരു മാറ്റത്തിൽ കൂടിയാണ് നമ്മുടെ സംവിധാനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ പുസ്തകങ്ങൾ മാറുന്നു, എല്ലാം ഡിജിറ്റൽ ഫയലുകളിലേക്ക് ആക്കി മാറ്റി കൂടുതൽ ജനോപകാരപ്രദവും കൂടുതൽ ജനങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ എളുപ്പമുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അപ്പോൾ ഇതിനനുസരിച്ച് യഥാർത്ഥത്തിൽ ജനങ്ങളും ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും മാറേണ്ട സമയവും അതിക്രമിച്ചിരിക്കുകയാണ്. പഴയ ചിന്താഗതികളിൽ കൂടി പാരമ്പര്യവാദികളായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ മിക്കവാറും നിയമ മേഖലയിൽ നിന്ന് ഈ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്തവർ അപ്രത്യക്ഷരാകുക തന്നെ ചെയ്യും. സാക്ഷി അധിനിയമം ഇത്തരത്തിൽ കൂടുതൽ ഇലക്ട്രോണിക് സൈബർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നിയമമാണ്. അത് വരും തലമുറയുടെ ജീവിതഗതികളെ നിർണ്ണയിക്കുന്ന, വരുംകാലത്തെ കേസുകളുടെ തെളിവുകളിലും വിധി തീർപ്പുകളിലും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന നിയമമാണ്. ഇത്തരത്തിലുള്ള മാറ്റങ്ങളിൽ കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ 2020 ശേഷമുള്ള നമ്മുടെ കാലഘട്ടം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മാറ്റങ്ങൾ വളരെ വേഗത്തിലാണ്. ആ മാറ്റങ്ങൾ നിയമമേഖലയിലും വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഭാരതീയ സാക്ഷി അധിനിയമം നമുക്ക് നൽകുന്ന സന്ദേശം. ഭാരതീയ സാക്ഷ്യ അധിനിയമം 2023 കുറിച്ചുള്ള വിവരങ്ങളാണ് ഇതുവരെ കേട്ടത്. നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ. സഹായം നീതി MS. അവതരണം ആകാശവാണി കൊച്ചി FM 102.3. ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30. ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.